എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ചക്കയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ചില നാടുകളിൽ ഇതിന് എടനേപ്പം എന്ന് പറയും, കുമ്പിളപ്പം എന്ന് പറയും, പൂച്ചയപ്പം എന്ന് പറയും. ഇവിടെ ഇപ്പോൾ എടനേല ഇല്ലാത്തതുകൊണ്ട് വാഴയിലയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എടനേല ഇല്ലെങ്കിലും ഇത് വാഴയിലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കുമ്പോൾ എടനേലയുടെ മണം വരാനുള്ള ടിപ്പ് ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ചക്ക മുഴുവൻ എടുത്തിട്ടുണ്ട്. ഈ ചക്കപ്പഴം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വേവിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ചക്കപ്പഴത്തിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റി കളർ മാറി വരുമ്പോൾ ചക്കപ്പഴം വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെന്ത് വരുമ്പോൾ ചക്കപ്പഴത്തിൻ്റെ ആ മണവും മാറി വരും. നമുക്ക് ആ വെന്ത മണം കിട്ടും. വേവിച്ചെടുത്ത ചക്കപ്പഴത്തിൻ്റെ പകുതി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. ചക്കയപ്പം നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ഗോതമ്പ് പൊടി ചേർത്താണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ ചക്കയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പൊടികൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം ഇപ്പോൾ അടുപ്പത്തു നിന്ന് എടുത്ത അതേ ചൂടിലാണ്. നല്ല ചൂടുള്ള ചക്കപ്പഴത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് ശർക്കരപ്പാനി അരിച്ചെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്തതാണ്. ഇത് കുറച്ച് ചുക്ക് പൊടിച്ചതാണ്. ചക്കപ്പഴം കൊണ്ടുള്ള വിഭവങ്ങൾക്ക് ചുക്ക് പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 സ്പൂൺ ജീരകം പൊടിച്ചതാണ്. 4-5 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ഗുണം അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇതിനി ഒരു സ്പൂണിൻ്റെ പുറകുഭാഗം വെച്ച് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഈ മിക്സിൽ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ചൂടോടുകൂടിയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെയായിട്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടി ആശീർവാദിൻ്റേതാണ് എടുത്തിരിക്കുന്നത്. ആശീർവാദിൻ്റെ സെലക്ട് ആയിട്ടുള്ളവർക്ക് അത് ഉപയോഗിച്ച് ഇതുണ്ടാക്കിയെടുക്കാം. ഒരുവിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തൊടാവുന്ന പാകമാകുന്നത് വരെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ കൂട്ട് കൈകൊണ്ട് തൊടാൻ പാകത്തിനൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തും ഒരു ചെറിയ ചൂടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരുപാട് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ എടുത്തു വച്ചിരിക്കുന്ന ബാക്കി പൊടികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരുന്ന മുഴുവൻ അരിപ്പൊടിയും ആട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയപ്പത്തിൻ്റെ കൂട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ ഒരുമാതിരി കട്ടിയായിട്ട് വരും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകും. ചക്കയപ്പത്തിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലൂസിൽ വേണം ഇതിൻ്റെ കൂട്ട് റെഡിയാക്കിയെടുക്കാൻ. കുറച്ചും കൂടെ ലൂസായി പോയാലും കുഴപ്പമില്ല. കട്ടിയാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ച് വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് മടക്കിയെടുക്കാം. ഓരോ കൈ വീതം എടുത്ത് ഇതുപോലെയൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഇലയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏകദേശം 8-9 ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചക്കയപ്പത്തിന് എടനയപ്പത്തിൻ്റെ അതേ മണം വരാനുള്ള ഒരു ടിപ്പാണ്. ഇത് ഞാൻ ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എടനേലയാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പച്ചയായ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉണങ്ങിപ്പോയതാണ്. ഇതുപോലെ എടനേല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ എടനേലയിൽ തന്നെ ചക്കയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാനിത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വെള്ളത്തിലിട്ട് ഇതുപോലെ തിളപ്പിക്കുമ്പോൾ
ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ആവിക്ക് എടനയിലയുടെ അതേ മണമായിരിക്കും. വെള്ളം ഇതുപോലെ തിളച്ച് വരുമ്പോൾ അപ്പച്ചെമ്പിൻ്റെ തട്ടിട്ട് കൊടുത്ത് ഇതുപോലെ അപ്പം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചക്കയപ്പം റെഡിയായി കിട്ടും. ഇവിടെ ഇപ്പോൾ ചക്കയപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് ചക്കയപ്പം വെന്തെന്ന് മനസ്സിലാകും. ഈ ഇലയെല്ലാം നന്നായിട്ട് വാടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വെന്തെന്ന് മനസ്സിലാക്കാം. സംശയമുള്ളവർക്ക് ഇതുപോലെ ഈ അപ്പം ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തെന്ന് മനസ്സിലാക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.